ഞാൻ പൈസ തരാമെന്നപ്പോ താൻ മനഃപൂർവ്വം തരാതെ പോവുകയാണ്. ഞാനെന്തെങ്കിലും പറഞ്ഞു എന്നോട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പായിപ്പാടന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ആളുകളുടെ ഒരു രീതിയൊക്കെ ആപ്പടെ മാറി. ഇപ്പൊ എന്ത് വിഷയം ഉണ്ടെങ്കിലും മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ടായിട്ട് കുറെ ആളുകൾ വരും. ഇപ്പൊ അതാണ് മെയിൻ. മറ്റുള്ള സൈഡ്, അത് എതിർ സൈഡ് എന്താണെന്നുള്ള കാര്യം പോലും ചിന്തിക്കാൻ ഇപ്പോ സമയമില്ല. അങ്ങനത്തെ ഒരു കാലമാണ്. കാരണം മൊബൈൽ ഉണ്ടെങ്കിൽ ആദ്യം ആരാണോ വീഡിയോ എടുത്തിടുന്നത് അവർക്കാണ് ഇപ്പോൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ് നോർമലി നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ കാര്യം നേരെ തിരിഞ്ഞു. കണ്ട ആളുകളെല്ലാം വീഡിയോ എടുത്ത ആളെയല്ല, ആരെക്കുറിച്ചാണോ വീഡിയോ എടുത്തത് അവരെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയ ഒരു പയ്യൻ, അവനോടൊരു വീട്ടമ്മ, ഒരു സ്ത്രീ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം കണ്ടു. കണ്ടിട്ടില്ലാത്ത ആൾക്കാർ വീഡിയോ ഒന്ന് കാണുക. പരിപാടി എന്താണ്? ഞാൻ പൈസ തരാമെന്നപ്പോ താൻ മനഃപൂർവ്വം തരാതെ പോവുകയാണ്. ഞാനെന്തെങ്കിലും പറഞ്ഞു എന്നോട്. ചേട്ടാ, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുമ്പോ ഇങ്ങനെയാണ്. തനിക്കെന്താ കുഴപ്പം? എന്തുവാ? സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ്. ആമസോണ് സാധനം തരാതെ പോവുകയാണ്. ഞാൻ പൈസ എടുത്തോണ്ട് വന്നതാണ്, തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ്. ശബ്ദം കൂടിയെന്നും പറഞ്ഞിട്ട് അതൊരു റീസൺ ആണോ? എന്റെ രീതി ഇങ്ങനെയാണ്. പൈസ തന്നിട്ടേ പൊട്ടിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു. ഞാൻ പൈസ തരും, ബാക്കി തരാനാ പറഞ്ഞത്. എത്ര പൈസ? ഇത്ര ഞാൻ ഈ വീഡിയോ ഞാൻ ഏതായാലും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യും. കാരണം താൻ കാണിച്ചത് ശരിയല്ല. താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല. പൈസ തരാ, അത് ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം. പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞോണ്ട് ഇവൻ ഇറങ്ങി പോകുന്ന സാധനം തരുന്നില്ല എന്ന് പറഞ്ഞോണ്ട് അതെന്ത് മര്യാദയാ? ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ആരുമില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ എടോ, ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ച് നോക്കണം. അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചാണോന്ന്. ഓക്കെ, താൻ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂ എന്ന്. ഇയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വെല്ലന്റെ പണ്ടേക്ക് തീർക്കേണ്ട കാര്യമില്ല. സാധനം തന്നിട്ട് എടോ, ഇയാൾ പറഞ്ഞത് നിങ്ങളുടെ രീതിയായിരിക്കും. അതെനിക്ക് മനസ്സിലായി. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പൈസ തരാം. ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ തരത്തില്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ പൈസ തന്ന് ബാക്കി തരാൻ ഞാൻ പറഞ്ഞു. എന്താ സമ്മതിക്കാതിരിക്കാതെ? നീ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വന്ന് എന്നോട് പോക്കത്തരം കാണിക്കേണ്ട കാര്യമില്ല. എനിക്ക് സാധനം വേണം താനും. നീ പറഞ്ഞ പൈസ തരാനും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ എന്താ ഗുണ്ടായിസം കാണിക്കാണ് ഇവിടെ വന്ന്? അല്ല, നീ എന്താ ഗുണ്ടായിസം കാണിക്കാനാണോ ഉദ്ദേശം നിന്റെ? എന്നാ നീ തന്നെ പൊട്ടിച്ചു കാണിക്ക്. പിന്നെ നീ ഇത്രയും ഷോ കാണിക്കുമ്പോ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നേ? അതല്ല, നീ ഇത്രയും ഷോ കാണിക്കേണ്ട കാര്യം. കാരണം ഈ വീട്ടിൽ വന്നിട്ട്, കാരണം ഈ ഇത്രയും സ്ഥലത്ത് നിന്നിട്ട് നീ ഈ പോക്കത്തരം കാണിക്കണ്ട. ഞാൻ പൈസ തരാതെ ഞാൻ എങ്ങോട്ട് ഓടാനാടാ? ചേട്ടാ, എനിക്കത് മനസ്സിലായി. ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യണം. നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അത് പ്രൂവ് ചെയ്യുന്നേ? എനിക്ക് സൗണ്ട് കുറക്കേണ്ട കാര്യമില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി. ഞാൻ വരാത്തല്ലോ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി. എനിക്ക് സാധനം വേണ്ടിട്ടാ ഞാൻ വിളിച്ചപ്പോ ഇറങ്ങി വന്നേ. സാധനം താദ്യം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും നീ ഇത്ര സംസാരിച്ച് എനിക്കത് പൊട്ടിച്ച് നോക്കി കൺഫേം ചെയ്തിട്ടേ തരാൻ പറ്റത്തുള്ളൂ. എന്നാ നീ കൊണ്ടു. നീ ഇത്രയും പട്ടിഷോ കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം. വേണ്ട, ഞാനിത് കംപ്ലൈന്റ് ചെയ്തോളാം. എന്റെ വീട്ടിൽ കയറി ഒന്ന് ഗുണ്ടായിസം കാണിച്ചിട്ട് എന്റെ അടുത്ത് പോക്കത്തരം കാണിക്കേണ്ട കാര്യമില്ല. നീ കൊണ്ടു. ഇവിടെ നീ കിട്ടാത്ത മുതലൊന്നും അല്ലല്ലോ. അപ്പൊ ഇതാണ് വിഷയം. ചേച്ചിക്ക് പൊട്ടിച്ച് കാണിച്ചാലേ ചേച്ചി ക്യാഷ് കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം ഓൺലൈൻ സാധനം മേടിക്കുന്നതാണ്. അങ്ങനെ ഒരു റൂളില്ല. ഒന്നത്തെ കാര്യം, പ്രത്യേകിച്ച് ഇവര് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് ആമസോണുമായിട്ട് ഡയറക്റ്റ് ഉള്ള ഡീലിംഗ് കാര്യങ്ങളല്ല. അപ്പൊ ചേച്ചി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് ക്യാഷ് കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റൂൾ അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ആമസോൺകാര് പറയുന്ന കേട്ടില്ലേ, ആമസോൺ റിപ്പോർട്ട് ചെയ്യും,
നിങ്ങളുടെ സാധനം എനിക്ക് വേണ്ടെന്നൊക്കെ ഇവരോടാണ് പറയുന്നത്. ഇവർ ജസ്റ്റ് ഡെലിവറി മാത്രം ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ള കാര്യം പുള്ളിക്കാരത്തിക്ക് അറിയില്ല. പക്ഷെ പുള്ളിക്കാരത്തി വളരെ വിദഗ്ധമായിട്ട് വീഡിയോ എടുത്ത് ഇടാൻ വേണ്ടി ശ്രമിച്ച ആ പയ്യനെ, ആ ചെറുപ്പക്കാരനെ നാണം കെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. എന്നിട്ട് ചേച്ചി ഇപ്പൊ ഏറെ കയറി. അതാണ് സത്യാവസ്ഥ. വളരെ മോശം പ്രവണതയാണ് കാണിക്കുന്നത്. അന്നത്തെ കാര്യം അവർ ഡെലിവറി ചെയ്യുന്നു, അവർ ഈ സ്ഥലം തപ്പി പിടിച്ച് ഇവിടെ വന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മളിങ്ങനെ ഓർഡർ ചെയ്യുന്നു. ശരിയാണ്, അവരുടെ ഒരു ജോലിയാണ്, അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടല്ലെങ്കിൽ അവർക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ മഴയത്തും വെയിലത്തും ഇവർ ഈ വെയിറ്റും കാര്യങ്ങളും എല്ലാം തൂക്കി, ബൈക്കിലാണെങ്കിൽ വെയിറ്റും കാര്യങ്ങളും എല്ലാം തൂക്കി കൊണ്ടുവന്ന് നമ്മുടെ സ്ഥലത്ത് എത്തിക്കുന്നു. അതേപോലെ തന്നെ ഈ വണ്ടിയിൽ വരുന്ന ആളുകളും അതുപോലെ തന്നെ അവർ പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂ ആണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കിട്ടുന്ന ചെറിയൊരു കമ്മീഷനെക്കാട്ടി കൂടുതൽ നമ്മൾ പറയുന്ന ഒരു നല്ല വാക്കാണ് ചില സമയത്ത് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ പ്രചോദനമാവുന്നത്. വ്യക്തി ആരാണെന്ന് അറിയാൻ വേണ്ടി എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇതുവരെ അവരുടെ ഫേസ് ഇതുവരെ കണ്ടിട്ടില്ല. പോട്ടെ, ഇനിയിപ്പോ അവരെ കാണിച്ചിനി അവരെ നാട്ടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആളുകളോട് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വെയിറ്ററോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇതൊക്കെ ഒരു പാഠമാണ്. പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോവാണ്. അവരെല്ലാം ക്യാഷ് മുടക്കുന്നുണ്ടെങ്കിൽ അവരെ വേറൊരു ലെവലിൽ കാണണം എന്നുള്ള ചിന്താഗതിയാണ്. ഒന്നുകിൽ ചില ആളുകൾക്ക് സാറേന്ന് വിളിക്കണം എന്നുള്ളതാണ് പ്രശ്നം. കഴിഞ്ഞൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയില് സാറേന്ന് വിളിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അവരെ നമ്മൾ സാറേന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഒരു പോലീസുകാരനെ നമുക്ക് സാറേന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ ഇപ്പൊ ഒരു ഗവൺമെന്റ് എംപ്ലോയി ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ സാറിന് വിളിക്കാം, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് സാറിന് വിളിക്കാം. ഒരു മന്ത്രിയോ അല്ലെങ്കിൽ MLA ആൾക്കാരെയൊക്കെ നമുക്ക് സാറിന് വിളിക്കാൻ തെറ്റൊന്നുമില്ല. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന, അവരുടെ പദവിക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഈ സാർ എന്ന് പറഞ്ഞ വിളി. നേരെ മറിച്ച് നമ്മൾ ഇപ്പൊ ഒരു KSEBിൽ ഇരിക്കുന്ന ആളെ, അല്ലെങ്കിൽ ഒരു വാട്ടർ അതോറിറ്റി ഇരിക്കുന്ന ആളെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് ഗവൺമെന്റ് സെക്ടറിൽ ഇരിക്കുന്ന ആളുകളെ നമ്മൾ സാറിന് വിളിക്കേണ്ട നിർബന്ധമൊന്നുമില്ല. അത് നമുക്ക് തോന്നി വിളിക്കേണ്ടതാണ്. അതായത് അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ സർവീസ് കൊണ്ടും നമുക്ക് തോന്നി നമ്മൾ വിളിക്കേണ്ടതാണ് സാറെന്നുള്ളത്. അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റമാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടർ. ഒരാളെ സാറിന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അത് വിളി കേൾക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതിനു മുന്നേ ഇതുപോലെ തന്നെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അത് സാറിന് വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. രഞ്ജിത്ത് സാർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വോയിസ് ക്ലിപ്പ് കേൾക്കാൻ പറ്റും. ആ പയ്യൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ഡെലിവറിക്ക് പോകുന്ന പയ്യനോട്, വിളിച്ച പയ്യനോട് സാറിന് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി തട്ടിക്കയറുന്നത്. ലാസ്റ്റ് അവൻ ശരിക്കും സാറിന് തന്നെ വിളിച്ചിട്ടുണ്ട്. അത് പുള്ളിക്ക് ഒരു പാഠമായി കാണും. പുള്ളി ഒന്നും അവസാനം ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അത് വേണമെങ്കിൽ ഒന്ന് കേട്ട് നോക്കിയോ. ഇതിനെക്കാട്ടി വിറ്റാണ് ആ സാർ. യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ രഞ്ജിത്ത് സാർ ഡെലിവറി എന്നാണ് അടിച്ചു നോക്കേണ്ടത്. ഹലോ, രഞ്ജിത്ത് അല്ലയോ? അതെ, ആരാ സംസാരിക്കുന്നേ? ഫ്ലിപ്കാർട്ടിൽ നിന്നാ. ഒരു പ്രോഡക്റ്റ് ഉണ്ട്, എവിടെ കൊണ്ടുവരണ്ടേ? എടാ സഹോദര, നീ ആരാണ് എന്തൊക്കെയാണെന്ന് അറിയാതെ നീ ആരും കയറി പേര് വിളിക്കരുത്. പറയാൻ മനസ്സിലായ? പിന്നെ പേരല്ലേ വിളിച്ചേ? ആ പേരല്ല വിളിക്കേണ്ടത്, മനസ്സിലായോ? എന്താ വിളിക്കണ്ടേ? ഇന്ന ആളാണോ എന്നാണ് ചോദിക്കേണ്ടത്. നീ ആരെയും ബഹുമാനിക്കണ്ട. നീ നിന്റെ അച്ഛനെ വരുന്ന ചോദിക്കോ, നീ ഇന്ന ആളാണോ എന്ന്, വാസുദേവനാണോ അല്ല നിന്റെ അച്ഛന്റെ പേര് അങ്ങനെയാണോ നീ ചോദിക്കുന്നേ? മനസ്സിലായോ? അങ്ങനല്ല, അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്. മര്യാദക്ക് പേരാണോ ഇന്ന ആളാണോ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അങ്ങനല്ല ചോദിച്ചത്, രഞ്ജിത്താണോ എന്നാ ചോദിച്ചത്. പിന്നെ ഇത് ഒന്നും രണ്ടല്ല, അങ്ങനല്ല. ആരാണോ എന്താണെന്ന് അറിയാൻ നിനക്ക് ചോദിക്കാം. അങ്ങനെ റൈറ്റ് ഉണ്ടോ? ഇതിനകത്ത് രഞ്ജിത്ത് സാറെന്ന് കൊടുക്കണ്ടെങ്കിൽ പിന്നെ സാറൊന്നും വേണ്ട, രഞ്ജിത്ത് സാറെന്ന് വേണ്ട, രഞ്ജിത്ത് ചേട്ടനാണെന്ന് ചോദിക്കാമല്ലോ. അല്ല അങ്ങനെ നിന്നെക്കാട്ടൊരു മൂത്ത ആണെങ്കിൽ അങ്ങനല്ലേ ചോദിക്കണ്ടോ? നീ അധികാരത്തോട് ഇത്ര പേര് വിളിക്കുന്നുണ്ട്. എനിക്കറിയില്ലല്ലോ. അപ്പൊ വിളിച്ച് തിരക്കണം, ആരാണ് ഇത്, ഇന്ന വിലാസത്തിലുള്ള ആളാണോ എന്നാണ് ആദ്യം ചോദിക്കേണ്ടത്. ഞാൻ ചോദിച്ചത് രഞ്ജിത്ത് P ആണോന്ന്. അങ്ങനല്ല ചോദിച്ചത്, രഞ്ജിത്താണോന്നാ ചോദിച്ചത്. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളാണോ എന്നാ ചോദിക്കേണ്ടത്. എങ്ങനെ? രഞ്ജിത്ത് എന്നല്ലേ ഇതിനകത്ത് പേര് കൊടുത്തേക്കുന്നേ? ആയിക്കോട്ടെ, പേര് കൊടുത്താൽ മതി. അങ്ങനെ നിനക്ക് പേര് വിളി അങ്ങനെ ഉണ്ട്. നീ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പരസ്പരം സാറേന്നാ വിളിക്കേണ്ടത്. പിന്നെ നിനക്കെന്തോ റൈറ്റ്? നീ കൊണ്ട് നടക്കുന്നത് കൊറിയർ കിടക്കുന്ന നിനക്കെന്തോ പിന്നെ റൈറ്റ്? അങ്ങനെ നിന്റെ പേര് വീട് എവിടെ? ഇതിനകത്ത് കൊടുത്തേക്കുന്ന പേരല്ലേ ഞാൻ ചോദിച്ചോളൂ, അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ? എടാ സഹോദര, ആരായാലും അങ്ങനെ സംസാരിക്കേണ്ടത്. അത് ആ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന അതൊക്കെ സംസ്കാരം എന്ന് പറയും, മനസ്സിലായോ? അത് ശരി, എന്ത് സംസ്കാരം ഇല്ല. ഇയാളെ കാര്യം നോക്കേ. ഇയാൾ വലിയ പിള്ളേരെ വർത്താനം ഒന്നും ഇങ്ങോട്ട് പറയണ്ട കേട്ടോ. ഞാൻ സാമാനം മേടിച്ചോണ്ട് ഇനി പുള്ളി സാറിന് വിളിക്കാൻ പറയത്തില്ല. പുള്ളിയുടെ ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ സാർ വിളിയായിരിക്കും പുള്ളിയാ കേട്ടത്. അപ്പൊ ഇതാണ് വിഷയങ്ങൾ. അതായത് ഇതൊക്കെ ആളുകൾക്ക് എന്താ, ഒരു ബോധമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയാണ്. ഇന്നത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ഡെലിവറി ചെയ്യുന്ന ആളുകൾ
അവർക്ക് കിട്ടുന്ന ഒരു കമ്മീഷൻ അല്ലെങ്കിൽ മന്ത്ലി സാലറി ചിലപ്പോൾ നല്ല പേയ്മെന്റ് ഒക്കെ മേടിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ ആമസോൺ മറ്റ് ഡെലിവറി ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് മന്ത്ലി നല്ല പേയ്മെന്റ് ഒക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഡെയിലി 2000 3000 ഒക്കെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതില്ലാന്ന് പറയുന്നില്ല. പക്ഷെ അവരതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലെ ഈ പറഞ്ഞ മഴയും വെയിലും എല്ലാം കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവരുടെ പെട്രോൾ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡെയിലി അവർ ഒരു ഏൺ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കഷ്ടപ്പാടുണ്ട് അതിനകത്ത്. എല്ലാ ആളുകളും ഡെലിവറിക്ക് വരുന്ന എല്ലാ ആളുകളും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്തോ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഒരു 430 സംതിങ് ആയിട്ട് വന്നു. അപ്പൊ 500 ആയിരുന്നു എന്റെ ഉണ്ടായിരുന്നത്. ആ ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡെലിവറി തരാണ്ട് പോയ ആളുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു മാട്രസ് ഞാൻ ഓർഡർ ചെയ്തിട്ട് വേക്ക്ഫിറ്റിന്റെ ഒരു മാട്രസ് ഞാൻ ഓർഡർ ചെയ്തിട്ട് അത് കോന്നിയിലാണ് ഡെലിവറി അവർ ചെയ്യേണ്ടത്. എനിക്ക് കോന്നിയിൽ എന്റെ അഡ്രസ്സിലാണ് ഡെലിവറി ചെയ്യേണ്ടത്. അത് പത്തനംതിട്ടയിൽ വന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഡെലിവറി ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ആ സാധനം റിട്ടേൺ അടിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ എല്ലാ ആളുകളും നീറ്റാണ്, എല്ലാ ആളുകളും പെർഫെക്റ്റ് ആണെന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഈ വിഷയത്തിൽ ഈ കണ്ട രണ്ട് വീഡിയോയിലും തെറ്റാരുടെ ഭാഗത്താണെന്ന് നമുക്ക് മനസ്സിലാവും. അത് രണ്ടും ആ ഓർഡർ ചെയ്ത വ്യക്തികളാണ്. ഒന്ന് ആ ചേച്ചിയുടെ കയ്യിലുണ്ട് മിസ്റ്റേക്ക്, അതേപോലെ മറ്റേത് ആ രഞ്ജിത്ത് സാറിന്റെ കയ്യിലുണ്ട് മിസ്റ്റേക്ക്. അപ്പൊ ചേച്ചി ആവശ്യത്തിൽ കൂടുതൽ ഇപ്പൊ മേടിച്ചു കൂടുന്നുണ്ട്. ഇപ്പൊ എവിടെ നോക്കിയാലും ട്രോളും പോസ്റ്റും കമന്റുകളുമാണ് ചേച്ചിയുടെ ഈ വീഡിയോയെ കുറിച്ചിട്ട്. അപ്പോ ആവശ്യത്തിൽ കൂടുതൽ ചേച്ചി കേട്ടു. ആ പയ്യൻ എന്തായാലും നല്ല കട്ട സപ്പോർട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആളുകൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ അതിന്റെ താഴെ ഒരുപാട് ആളുകൾ ആ പയ്യനെ സപ്പോർട്ടായിട്ട് തന്നെയാണ് വന്നത്. ആ പയ്യൻ കാണിച്ചത് ശരിയാണ്, ആ പയ്യൻ വളരെ മാന്യമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മെസ്സേജ് വന്നത്, മെസ്സേജുകളല്ല കമന്റുകൾ വന്നത്. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്. ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ കമന്റ്സ് വന്നത് തന്നെ. ആ പയ്യനോട് വളരെ മോശം രീതിയിലാണ് സംസാരിക്കുന്നത്, വളരെ ചൂടായിട്ടും അവനോട് ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പോലും ആ പയ്യൻ ചേച്ചിക്ക് സാധനം വേണമെങ്കിൽ മേടിച്ചോ, ക്യാഷ് തന്നിട്ട് ഇത് മേടിച്ചോ എന്നുള്ള രീതിയിലാണ് അവൻ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അവരെന്താ പറയുന്നത്, വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും കാണിച്ചു, ഈ വീഡിയോ എടുത്ത് എല്ലാവരും കാണിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പൊ പുള്ളിക്കാരി വിചാരിച്ച വീഡിയോ എടുത്ത് കാണിക്കുമ്പോൾ അവനെ എല്ലാവരുടെ നേരെ തിരിച്ച് അവന്റെ മണ്ടയ്ക്ക് കയറും എന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷെ നേരെ തിരിഞ്ഞു. എല്ലാവർക്കും സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ബോധ്യമായി. അപ്പൊ ഇവർ രണ്ടുപേരും അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. അപ്പൊ രണ്ടിനകത്തും ഈ ഡെലിവറി ചെയ്ത പയ്യന്മാരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ഒരു പാഠമാണ്. അതായത് ഈ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അപ്പൊ തന്നെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പാഠമാണ്. എന്തിനും ഏതിനും ഈ പറഞ്ഞ പോലെ വീഡിയോ എടുത്ത് ഇടുക എന്ന് പറയുമ്പോൾ മറ്റൊരാളെ അധിക്ഷേപിച്ച് അല്ലെങ്കിൽ അവഹേളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തിരുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. അത് ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. ഈ വീഡിയോ ഇപ്പൊ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 ദിവസമായി കാണും. അപ്പൊ അന്ന് തന്നെ പ്രതികരിക്കണം എന്ന് വിചാരിച്ചാണ്, അന്ന് തന്നെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഒരു കമന്റ് മാത്രം ഇട്ട് ഫേസ്ബുക്കിൽ എങ്ങാണ്ടാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. അതിനെ തന്നെ ഒരു കമന്റ് ഇട്ടു, സപ്പോർട്ട് ഡെലിവറി കഴിഞ്ഞ് പറഞ്ഞൊരു കമന്റ് ഇട്ടു. പക്ഷെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. മറ്റ് കുറച്ച് വ്ളോഗും കാര്യങ്ങളും അതിന്റെ തിരക്കായതുകൊണ്ട് മാത്രം ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇന്നാണ് തോന്നിയത്, ഇന്നാണ് മനസ്സിൽ വന്നത് ഈ ഒരു വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ലേറ്റ് ആണെങ്കിലും ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ ഇതൊരു മറ്റുള്ള ആളുകൾക്ക് ഒരു പാഠമാണ്, മറ്റുള്ള ആളുകൾക്ക് ഒരു മെസ്സേജാണ് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ അത് മാത്രമേ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടുക. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഓഫ്, യുവർ പായ്പാടൻ.